നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇതൊരു സാമ്പത്തിക വിഷയം ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു പ്രസംഗം നടത്തുക, വയർന്ന് നടത്തുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ കൂടുതൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സമയവും എനിക്ക് അനുവദിച്ചിട്ടില്ല. 45 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ഫാമിലി ബഡ്ജറ്റ്, അതാണ് ഇതിലൊരു ടോപ്പിക്. ശരിക്കും പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അടുത്തടുത്ത് ഇരിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചോദിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇൻഷാല്ലാഹ് അടുത്ത ഉച്ചക്കേഷനുള്ള പരിപാടി അങ്ങനെ തന്നെ നമ്മൾ ഇരുന്ന് കൊടുത്ത് ശരിയാക്കണം. സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നില്ല. ജസ്റ്റ് മൊബൈലിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മൊബൈലിൻ്റെ ഒരു ഉത്തരം നിങ്ങൾ എഴുതി വെക്കുക. മൊബൈലിൽ എഴുതണം, മനസ്സിലെഴുതിയാൽ പോരാ, മൊബൈലിൽ നിങ്ങൾ എഴുതണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പൈസയെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, സമ്പത്തിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മണി ഫീലിംഗ് അഥവാ സമ്പത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വികാരം എന്താണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. സംസാരം അപ്പോൾ ഇത് സമ്പത്താണ് വിഷയം എന്നുള്ളത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വന്നത്? അത് നിങ്ങളുടെ മനസ്സിൽ സമ്പത്ത് എന്നുള്ളതൊരു സമൃദ്ധിയായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? അതല്ല ലാക്ക്, എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നാണ് അനുഭവപ്പെടുന്നത്? അതല്ല അതിനിടയിൽ എവിടെയോ ആണ്? എന്താണ് സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാൾ സമ്പത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തോന്നിയത്? ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. ജസ്റ്റ് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, സമൃദ്ധിയാണ് എന്നാണ് തോന്നിയത്, അതല്ല ഇല്ല എന്നാണ് തോന്നിയത് എന്നൊന്ന് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്തത് അടയാളപ്പെടുത്തേണ്ടത് സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. കേൾക്കുകയോ പറയുകയോ അല്ല ചെയ്യുന്നത്. സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? സമ്പത്ത്, പൈസ, മണി, വെൽത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ, അത് ചിന്തിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് പൈസ ഉണ്ട് എന്നാണോ തോന്നുന്നത്, ഇല്ല എന്നാണോ തോന്നുന്നത്, അതല്ല അതിൻ്റെ എവിടെയോ നടുവിലാണ്, ഏതാണ് തോന്നുന്നത് എന്നുള്ളത് ഒന്നറിയാം. അടുത്തതുകൂടി അടയാളപ്പെടുത്തണം. ആരെങ്കിലും പൈസ തരുമ്പോ ഇതാ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് തോന്നുന്നത്? എൻ്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഇയാൾ തന്നത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ട് എന്നാണ്, ഏത് ഫീലാണ് അവിടെ വന്നത് എന്ന് കൂടി അടയാളപ്പെടുത്തും. നിങ്ങളുടെ പറമ്പിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ കൂലിക്ക് വിളിച്ചിട്ട്, പെയിന്റിങ് ആവാം, അടുക്കളപ്പണിക്കാവാം, വീട് വൃത്തിയാക്കാനാവാം, അല്ലെങ്കിൽ എന്ത് പണിയാവട്ടെ, നിങ്ങൾ ഒരു കൂലിക്ക് പണിക്കാരനെ വിളിച്ചിട്ട് കൂലി കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഫീൽ വന്നത്? എൻ്റെ പൈസ പോയി എന്നുള്ളൊരു തോന്നലാണോ ഉണ്ടായത്? അതല്ല ഏത് ഫീലാണ്? പൈസ കൊടുക്കുമ്പോൾ എന്ത് ഫീലാണ് ഉണ്ടായത് എന്ന് അടയാളപ്പെടുത്തുക. ഒരാൾ കടം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണ് ഉണ്ടാകുന്നത്? അതുകൂടി അടയാളപ്പെടുത്തുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേൾക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ചോദിച്ചത് പണത്തെ കുറിച്ച് സംസാരം കേൾക്കുമ്പോൾ, പൈസ, ധനം, മണി, ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് തോന്നിയെന്ന് ഒരാളിൽ നിന്നും പെണ്ണിൽ നമുക്ക് കേൾക്കാം. ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരു ഭാര്യ ഒന്ന് എഴുന്നേൽക്കുക, ഏതെങ്കിലും ഒരു ഭാര്യ, ജസ്റ്റ് വന്ന യുവാക്കളിലെ, ജസ്റ്റ് ഇപ്പൊ 1, 2, 3 കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു 40 വയസ്സിന് താഴെയുള്ള ഒരു യുവതി ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കുക. ആർക്കും കുട്ടികളില്ലേ? ഒരു യുവതി, ജസ്റ്റ് ഒന്ന്
ഫ്രണ്ടിലാണ് അത് കണ്ടാല് പിന്നെ എഴുന്നേറ്റ് സന്തോഷാണ് തോന്നുന്നത്. അതായത് നിങ്ങളുടെ ഭർത്താവ് കൂടെ ഉണ്ടാവും. ആരാണ് നിങ്ങൾക്ക് എന്താ തോന്നിയത്? സമ്പത്ത് എന്ന് കേൾക്കുമ്പോ ആരെങ്കിലും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ വിചാരിക്കുമ്പോ രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്? ഇടയിലാണ്. സന്തോഷമല്ല, പിന്നെ മറ്റേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമില്ല, എന്റെ ഇടയിൽ എവിടെയാണ് ഉള്ളത് അല്ലെ? നിങ്ങൾക്ക് സന്തോഷമാണ് തോന്നിയത് അല്ലെ? ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അതൊക്കെ ഓക്കെ. പിന്നെ ജസ്റ്റ് ഒന്ന് വേറെ ചോദിക്കാം, അതിന്റെ ഇടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരാൾക്ക് കൂലിക്ക് കാശ് കൊടുക്കുമ്പോ, പിന്നെ ഉസ്മാൻ സാഹിബ് നിങ്ങളാണ് അധികം കൂലിക്ക് കാശ് കൊടുക്കല്, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അയാളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് നൽകുന്നത്, അയാളുടെ അവകാശമാണ് കൊടുക്കുന്നത്. അതെ, അതായത് സമ്പത്ത് കുറയുന്നോ അങ്ങനെ തോന്നുന്നില്ല. ഇല്ല, ഉസ്മാൻ സാഹിബിന് ഉള്ള പ്രത്യേകതയാണ്. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, ഞാനിത് പറഞ്ഞു വെച്ചത് എന്തിനാന്ന് പറഞ്ഞാല് സമ്പത്തിനെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവെ ഉണ്ട് ആളുകൾ. ഇപ്പൊ ഇവിടുന്ന് തന്നെ നിങ്ങള് ക്ലാസ് സമ്പത്തിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ആത്മാർത്ഥമായിട്ട് പറയും ഇതിനെ കുറിച്ച് എന്തായിരിക്കും പറയാ എന്നുള്ളത് തോന്നിയ ഒരു ചെറിയൊരു കാര്യം. ഒരു സമ്പത്തിനെ കുറിച്ച് ഞാൻ എന്നത് പറയും, ഇന്ന കാര്യമായിരിക്കും ഇദ്ദേഹം പറയുക എന്നുള്ളത് ഏതെങ്കിലും ചെറിയൊരു തോന്നലുണ്ടായ ഒരാളെന്ന് പറയും. ജസ്റ്റ് എന്താ അതെ, സംതൃപ്തിയോട് ജീവിക്കുക എന്നുള്ളതാണ് എന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചത് ഒന്ന് പറയും സാറേ, ഒന്ന് ഷെയർ ചെയ്യും. മോട്ടിവേഷൻ, എന്ത് മോട്ടിവേഷൻ? സമ്പത്തിനെ കുറിച്ചുള്ള മോട്ടിവേഷൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലെ? അതായത് ഇസ്ലാമികമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും കേൾക്കുമ്പോ സാധാരണഗതിയിൽ എന്താ ഞാൻ തല്ലൊന്നുമില്ല. വാപ്പി മോനും ഒരു കാഴ്ചപ്പാട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ പറയാന്നുള്ളതാണ്. അവസാനം എന്താ സംഭവിക്കാന്ന് എനിക്കും അറിയില്ല കേട്ടോ, എന്താ പറയാന്നുള്ളത്. ഞാൻ ചോദിച്ചെന്നുള്ളൂ. നബീൽ സാഹിബ് ഇവിടെ ഖത്തീബാണ്, അപ്പോ മൂപ്പർക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടാവും. അടുത്ത ആഴ്ചക്കുള്ള കുത്തുബക്കുള്ള വല്ല കണ്ടന്റും കിട്ടിയാല് നല്ല കുഴപ്പമില്ല, അതായത് നല്ല വിചാരമാണ്. വേറെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് പറയും ഇനി മൂപ്പര് വന്നിട്ട് സ്വർണം സംഭാവന ചെയ്യണമെന്നൊക്കെ പറയുന്നാവോ? സമ്പത്ത് വിനിയോഗിക്കുക എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ്. എനിക്ക് കൂടുതലൊന്നും എനിക്ക് ഈ സമയത്ത് നൽകാൻ കഴിയില്ല. എങ്കിലും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവെ ഉള്ള ഒരു കാഴ്ചപ്പാട് എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരലോക ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ദുനിയാവിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കണ്ടില്ല എന്ന് ക്ലാസ്സുകൾ ധാരാളമായിട്ടുണ്ടാവും. അത് നമ്മൾ എതിരൊന്നുമല്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ലളിതമായിട്ട് ജീവിക്കണം. നിങ്ങൾ സുഹൃതായിട്ട് ദുനിയാവിൽ ഇങ്ങനെ ആഡംബരമായിട്ടൊന്നും ജീവിക്കരുത്, ലാളിത്യത്തോട് ജീവിക്കണം എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയൊക്കെ വന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് സമ്പത്തിനെ നമ്മൾ ആ അർത്ഥത്തിൽ ബഹുമാനിക്കണം എന്നാണ് ഞാൻ ആദ്യം പറയാം. ബഹുമാനിക്കണം, അതായത് സമ്പത്തിനെ ബഹുമാനം ഉണ്ടാവണം. ഒരു സമ്പന്നനെ കാണുമ്പോൾ അത് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ സമ്പാദിച്ചു വന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയ ഒരാൾ ആദ്യം കാണുമ്പോൾ എന്ത് ഫീലാണ് നിങ്ങൾക്ക് ആദ്യം തോന്നുന്നത്? പല ആൾക്കാർക്ക് തോന്നാറല്ല മൂപ്പര് അറബികളെ പറ്റിച്ചിട്ട് എവിടെയോ പൈസ ഉണ്ടാക്കി വന്നിട്ടാണ്. അങ്ങനെയാണ് സാധാരണ നോർമലി ഉണ്ടാകുക. ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ള പൈസ കൊടുക്കൂല. ഞാൻ മനസ്സിലാക്കുന്നതാണ്, ഖുറാനും ഹദീസും വായിച്ചിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമ്പത്തുള്ള ആളെ കാണുമ്പോ അതാ ഫദ്ലുല്ലാ, മാഷാ അല്ലാഹ്, അള്ളാഹ് അദ്ദേഹത്തിന് കൊടുത്തു എന്നൊരു പോസിറ്റീവാണ് നമുക്ക് വരുന്നതെങ്കിൽ അത് യഥാർത്ഥ റൂട്ടിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ചിട്ട് അവരൊക്കെ പൈസക്കാർ അങ്ങനെയാണ്, അവരെവിടുന്നോ തട്ടിപ്പോണ്ട് പൈസ ഉണ്ടാക്കിയതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുവോ അന്നൊക്കെ നമ്മളെ തലക്കൊരടി പൈസ ഇങ്ങനെ അടിക്കും. പൈസയെ കുറിച്ചിട്ട് നമ്മൾ മോശമായിട്ട് കരുതിയാല്
പൈസന്റെ അടി ഇങ്ങനെ തലക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് പൈസ പിന്നെ വരില്ല. അപ്പൊ പൈസയെയും ധനത്തെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബഹുമാനിക്കുക എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതിനെ അടിമയാവുമല്ല, അതിനോടൊരു ആദരവ് കാണിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഹദീസിലൂടെയും അല്ലെങ്കിൽ ഖുർആനിലൂടെ ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം അങ്ങനെയാണ്. ഞാനത് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ ഏറ്റവും കോറായിട്ട് കാണുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഖുർആൻ ഹദീസൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ ഖുർആനിൽ വന്നിരിക്കുന്ന പദങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 4 പ്രാവശ്യം അല്ലേ? അങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ബിസിനസ് ടെർമിനോളജികൾ ഖുർആനിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ ധാരാളമായിട്ട് വന്നതായിട്ട് കാണാൻ കഴിയും. ബൈഅ്, കച്ചവടം, തിജാറത്ത്, ബിസിനസ്, ഹർവ്, കടം കൊടുക്കുക, അതുപോലെ തന്നെ ഇഷ്തറ, പർച്ചേസ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. ഫുൽക്ക് എന്നുള്ള പദം ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഗുഡ്സ് കൊണ്ടാകുന്ന കപ്പലിനാണ് പറയാം ഫുൽക്ക്. ധാരാളം ഗുഡ്സുകളൊക്കെ കയറി ചെയ്ത് പോകുന്നതിനാണ് ഫുൽക്ക് എന്ന് പറയാം. അപ്പോ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ബിസിനസിനെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചിട്ടൊക്കെ 150-ലധികം പ്രാവശ്യങ്ങൾ ഇത്രയും പദങ്ങളൊക്കെ ആവർത്തിച്ച് വരുന്നതായിട്ട് ഖുർആനിൽ വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോ ഹവാമാണ് സമ്പത്ത്. ഹവാമ് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്നാണ് ഖുർആനിൽ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്റ്റെബിലിറ്റി, ഇവിടെ പറഞ്ഞില്ലേ സ്റ്റെബിലിറ്റി, നമ്മളെ നിലനിർത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്ത് ഏതായാലും ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ കാര്യം. സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് പ്രഥമമായ കാര്യം. അത് നമ്മൾ മൈൻഡിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അത് ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ സാധാരണ പറയുന്നുണ്ട് ഒരു കാര്യം, ലളിതമായി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതികൾ ഉണ്ടാവും. പക്ഷെ സമ്പത്ത് ഉണ്ടാക്കുന്ന ആളുകളോട് കൊടുത്ത നിർദ്ദേശമാണ് നല്ലവണ്ണം നിങ്ങൾ സമ്പാദിക്കുക, സമ്പാദിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള നിർദ്ദേശങ്ങൾ. അത് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, നിങ്ങൾ ദൂർത്തടിക്കരുത് എന്നൊക്കെ പറയുന്നത് സമ്പത്തുള്ള ആളുകളോടാണ്. ഒന്നുമില്ലാത്തവരോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ പർദ്ദടണം എന്ന് പറഞ്ഞില്ലേ, മഫ്തടണം എന്ന് പറഞ്ഞില്ലേ, എന്തിനാണത്? പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. പുറത്തിറങ്ങി സാമൂഹ്യ സേവനങ്ങളും നിസ്കരിക്കാൻ പോകുന്നത് കൊണ്ടും ഒക്കെ സ്ത്രീക്ക് സമൂഹത്തിൽ ഇറങ്ങി പോകേണ്ടി വരുന്നത് കൊണ്ടാണ് പർദ്ദയിടണം എന്ന് പറഞ്ഞത്. നേരെ വെച്ച ഒരാൾ പറയാണ്, റസൂലിനോട് എന്നോട് പറഞ്ഞില്ല പർദ്ദ ഇട്ടിട്ട് ഉള്ളിൽ ഒതുങ്ങിയിരിക്കാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. നേരെ വെച്ച് പുറത്തിറങ്ങുന്നവർക്കുള്ള നിർദ്ദേശമാണ് എന്ത്? പർദ്ദയിടുന്നത്. ഇതേപോലെ സമ്പത്ത് നിങ്ങൾ നേടണം എന്ന് പറയുന്ന ആളുകളോടുള്ള നിർദ്ദേശമാണ് ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ബാക്കി വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുള്ളൂ, സമ്പത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യില്ല. അപ്പോ ഇസ്ലാമിന്റെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലിപ്പ ആരായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലിപ്പ എന്നല്ല അലബുൽ പറയല് അല്ലെ, അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? പ്രധാനപ്പെട്ട ഏറ്റവും മക്കയിൽ അറിയപ്പെട്ട ധനാഢ്യനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണക്ഷൻ തന്നെ ബിസിനസ്സുമായിട്ടാണ്. അബൂ താലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കച്ചവടം പഠിപ്പിച്ചു കൊടുത്തത് ആദ്യമാരാണ്? അബൂ താലിബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുള്ള. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടോ പിതാവിലെ? എവിടെയാണ് അബ്ദുള്ള മരണപ്പെട്ട് കിടക്കുന്നത്? ആ സ്ഥലം എവിടെയാണ്? ചെറുപ്പത്തിൽ എവിടെ? ചെറിയ കുട്ടികൾക്ക് അറിയാലോ മദ്രസയിൽ. എന്താ അവിടെ? അമിന ബീവിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇടക്ക് പോണ വഴിക്ക് ഒരു വഴിയിൽ വെച്ചിട്ടാണല്ലോ. അബവ എന്നുള്ള സ്ഥലത്തല്ലേ അല്ലേ? അബവ എന്നുള്ള സ്ഥലത്തല്ലേ? ആ അബവ എന്നുള്ള സ്ഥലത്ത് മരണപ്പെടാനുള്ള കാരണം എന്താണ്? ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ടത്. അപ്പൊ വാപ്പ ബിസിനസ്സുകാരനാണ്, മൂത്താപ്പ ബിസിനസ്സുകാരനാണ്, വെല്ലിപ്പ ബിസിനസ്സുകാരനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും ബെസ്റ്റ് ബിസിനസ്സുകാരനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബെസ്റ്റ് ബിസിനസ്സുകാരനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബെസ്റ്റ് ബിസിനസ്സുകാരനാണ്. മദീനയിലുള്ള അബൂ തൽഹ, വലിയ പൈസ ഉള്ള അബൂ തൽഹ, മുസ്അബ് ഇബ്നു ഉമൈർ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും ജമീഅൻ, ഇവരെല്ലാവരും ബിസിനസ്സുകാരാണ്, സമ്പത്ത് ഉണ്ടാക്കിയ ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ ഇനി ഫാമിലി ഫെസ്റ്റിൽ നടക്കുമ്പോൾ നിങ്ങളോട് പറയും, കുട്ടികളോട് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ വരും. നമ്മളെ കുട്ടികളിലും ചെറുപ്പത്തിലേ കൊടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ ധാരണ എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കണം എന്ന് പറയൽ തന്നെയാണ്. എന്തിനാണ് പൈസ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ
ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ പൈസ അനിവാര്യമാണ്. ഇസ്ലാം കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ, അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലേ, അതാണ്. ഇത് നമ്മൾ നാവ് കൊണ്ട് പറയാൻ നമുക്ക് പൈസന്റെ ആവശ്യമില്ല, ക്ലിയർ അല്ലേ? പക്ഷെ ബാക്കിയുള്ള 4 പൈസ ഇല്ലാതെ നടക്കൂല. ബാക്കിയുള്ള 4, ഒന്നാമത്തെ നിസ്കാരം. നിസ്കാരം ഇസ്ലാമിന്റെ ഒരു സ്തംഭമായിട്ട് മാറുമ്പോ ഭൂമി മുഴുവൻ അള്ളാന്റെ മസ്ജിദാണെന്ന് പറഞ്ഞാലും മസ്ജിദ് ഒരു മുസ്തഹബായ കാര്യമാണ്. മസ്ജിദ് നിർമ്മിക്കണമെങ്കിൽ പൈസ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ നമസ്കാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കാശ് വേണം. ഇപ്പോഴത്തെ അടുത്ത സക്കാത്താണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സക്കാത്ത് എന്ന് പറയുന്ന സംഗതി തന്നെ പൈസ ഉള്ളവർക്ക് കൊടുക്കേണ്ട സാധനമാണ്. പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് പറയാറുണ്ട്. ചെറിയ ചെറിയ സിനിമകളിലും ഡോക്യുമെന്ററിയിലൊക്കെ ഉണ്ട്, ഹജ്ജ് ചെയ്യാൻ പുതിയായിട്ട് കാശ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകളുടെ ചരിത്രമൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്, അല്ലേ? പക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കാൻ നിങ്ങൾ കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഒരിക്കലും കൊടുക്കാറില്ല. പലപ്പോഴും തോന്നാറുള്ള കാര്യം എന്താ പറഞ്ഞാല്, നമ്മളിങ്ങനെ ജീവിച്ചു പോകും. പൈസക്കാരൊക്കെ ഇവിടെ കുറച്ചൊക്കെ ഉണ്ട്, നമ്മളെങ്ങനെയും ജീവിച്ചു പോകും. നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. ആരെങ്കിലും തരും. പക്ഷെ നമ്മൾ ഇസ്ലാമിന്റെ ഒരു സ്തംഭമാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാശ് ഉണ്ടാക്കും എന്നുള്ളൊരു ഫീൽ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മള് മദീനയിൽ പോയ സമയത്ത്, ഹിജ്റ പോയ സമയത്ത്, അല്ലെങ്കിൽ മദീനയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു കിണറിന്റെ കാര്യം പറയുന്നുണ്ടല്ലേ. ഒരു ജൂതൻ ആ കിണർ പിടിച്ചടക്കിയിട്ടുണ്ട്, അല്ലെ? ജൂതൻ കിണർ പിടിച്ചടക്കിയല്ലോ. ഈ പിടിച്ചടക്കിയിട്ട് എന്താണ്, വെള്ളം കൊടുക്കാണ്ടിരിക്കുകയാണ് ചെയ്തത്. അവസാനം ഇടപെട്ടിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തന്നെ ഇടപെട്ടു. അപ്പോ ലാസ്റ്റ് സമ്മതിക്കുന്നുണ്ട്, ഒരു ദിവസം വേണമെങ്കിൽ കോരാ, അടുത്ത ദിവസം കോരാൻ പറ്റില്ല, അങ്ങനെ കണ്ടീഷനൊക്കെ വെക്കുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം കരുതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആളുകൾ പിന്നീടും കാശ് കൊടുത്ത് വാങ്ങാൻ വരും എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അത് സഹാബ കിറാമുകളും അവിടുത്തെ ആളുകളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ബക്കറ്റിൽ മുഴുവൻ നിറച്ചിട്ട് പിന്നെ ജീവിക്കാനുള്ളതൊക്കെ വാങ്ങി വെച്ചപ്പോ ജൂതൻ അവസാനം എന്ത് ചെയ്തു പറഞ്ഞാൽ ഇത് പറ്റൂല, കാരണം കാശ് പിടിക്കുക. അപ്പോ കാശ് ഞാൻ വിൽക്കാൻ തയ്യാറാണെന്ന് പറയണം. ഈ വിൽക്കാൻ തയ്യാറാകുന്നത് എത്ര റുപ്യക്കാന്ന് അറിയാം നിങ്ങൾക്ക്? 20,000 ദിർഹം കൊടുത്തിട്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിണർ വാങ്ങിയത്. അന്ന് 200 ദിർഹം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ അതിന്റെ നിസാബായി. 200 ദിർഹം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ 20,000 ദിർഹം കൊടുത്തിട്ടാണ് ആ കിണർ വാങ്ങുന്നത്. ആ കിണർ പോയി വാങ്ങിയപ്പോൾ എത്ര ശക്തമായിട്ടുള്ള BGMങ്ങളാണ് വന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ സിനിമയിലാണ് ചെയ്യല്, എന്നാലോചിച്ച് നോക്കിങ്ങള്. ഇപ്പൊ നായകന്മാര് പോകുമ്പോഴൊക്കെ അങ്ങനെ BGMങ്ങൾ ഉണ്ടല്ലോ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിണർ വാങ്ങിയപ്പോ എന്ത് BGM ആയിരിക്കും ബാക്കിൽ? 20,000 ദിർഹം. അപ്പോ ഇപ്പോ നമ്മൾ സക്കാത്ത് സ്വർണത്തിന് ബാധമാകുന്ന 5 ലക്ഷം എന്ന് വെക്കുക ചുരുങ്ങിയത്, അല്ലെ നിസാബ് 5 ലക്ഷം. അതിന് കുറവുണ്ടാവും, കൂടുതലൊക്കെ ഉണ്ടാവും. അതിന്റെ പിന്നെ എന്തായാലും പറയാ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. 5 ലക്ഷം എന്ന് വെക്കുക. 5 ലക്ഷം രൂപ ഒരു വർഷമായിട്ട് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കണമെന്നാണല്ലോ. അപ്പോ 200 ദിർഹംസിന്റെ 20,000 ദിർഹംസ് എന്ന് പറയുന്നത് എത്ര ഇരട്ടിയാണ്? അതിൽ കണക്കറിയുന്ന ആളുകളുണ്ടോ? 10 ഇരട്ടിയാ? 100 ഇരട്ടിയാണ്. 200 ദിർഹംസിന്റെ 20,000 ദിർഹംസ് 100 ഇരട്ടിയാണ്. അപ്പോ 5 ലക്ഷത്തിന്റെ 100 ഇരട്ടി എത്ര രൂപയാണ്? 100 × 5 എത്ര? എത്ര ലക്ഷമായിരിക്കും? 1 കോടിയോ? 5 കോടി അല്ലേ? ആലോചിച്ച് നോക്കി. അതിന്റെ ആ ബാലൻസ് നോക്കുമ്പോൾ ഇപ്പൊ ഒരു കിണർ കൊടുത്തു വാങ്ങാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിന്റെ റേഷ്യോ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് വെള്ളം കുടിക്കാൻ 5 കോടി രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങും എന്ന് പറയുന്ന ധനം എത്ര ഉണ്ടാവും? അത് ആലോചിച്ച് നോക്കിയത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പിന്നെ ഈ ഒരു ഹീറോയിസം കാണിക്കേണ്ടത്. സമ്പത്ത് എന്ന് പറയുന്ന സംഗതിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇസ്ലാം. അതുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുകയുള്ളൂ. ദരിദ്രരെ സംരക്ഷിക്കണമെങ്കിൽ, യതീമുകളെ സംരക്ഷിക്കണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ അടിമ വിമോചനം നടക്കണമെങ്കിൽ, നമ്മൾ വീട്ടിലേക്ക് വിരുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഉപ്പനി നോക്കണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. എല്ലാത്തിനും കാശ് വേണം. അപ്പോ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്പത്തായതുകൊണ്ട് ഇസ്ലാമും അതിന് തന്നെയാണ് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മരണപ്പെട്ടു പോകുമ്പോൾ 3 കാര്യങ്ങൾ ബാക്കിയാണെന്ന് പറയുന്നത്. അതെന്താണ് 3 കാര്യങ്ങൾ? ഒന്ന് ഇൽമിൻ യുൻതഫഉ ബിഹി എന്ന് പറയുന്നത്. ഇൽമ്, ആളുകൾക്ക് പ്രയോജനമുള്ള ഇൽമ്. ഇൽമ് കാണാൻ എന്തൊക്കെ വേണം? ഇപ്പോ ഇവിടെ മക്കള്
പിന്നെ MBBS പഠിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിനീയർ പഠിക്കുന്ന ആരെങ്കിലും ഇവിടെ രക്ഷിതാവുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടോ? എന്തിനാ പഠിക്കുന്നത്? ബീഫ് ഫാം പഠിക്കാൻ 5 വർഷത്തെ 3 വർഷത്തെ അല്ലേ? 4 വർഷത്തെ. 4 വർഷത്തെ കോഴ്സിന് എത്ര റുപ്യാവും? ഒരു വർഷം എത്ര ആവും? 1.60. ഒരു വർഷം 1.60. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലും ഒരുപാട് യാത്രകളും ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും. ഇപ്പൊ ഞാൻ PhD ചെയ്യുന്നുണ്ട് പറഞ്ഞു. PhD ചെയ്യാനും വെറുതെ പോയിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ പോരാ. അതിന്റെ പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരും. നമ്മൾ PhD ചെയ്യുന്ന ആളെ പോയിട്ട് ഗൾഫിൽ പോയിട്ട് കാണേണ്ടി വരും, ഇന്റർവ്യൂ നടത്തേണ്ടി വരും. ഇൽമുണ്ടാവാനും പൈസ നിർബന്ധമാണ്. പൈസ ഇല്ലാതെ ഇൽമുണ്ടാവില്ല. ബാക്കിയുള്ളൊക്കെ പൂറായിട്ടുള്ള ഒരു ഇൽമായിരിക്കും. ഏറ്റവും പ്രയോജനകരമായ ഇൽമു നമ്മുടെ നാട്ടിൽ സമർപ്പിക്കണമെങ്കിലും അതിനുവേണ്ടി സമയം ചെലവഴിക്കണം, സമ്പത്ത് ചെലവഴിക്കണം. അതൊക്കെ ആവശ്യമാണ്. പിന്നെ വന്ന് സദഖത്തുൻ ജാരിയാണ്. അതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, സദഖത്ത് പൈസ വേണം. പിന്നെ ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, കുട്ടികളുണ്ടാവാൻ അധികം പൈസ ഒന്നും വേണ്ട. പക്ഷേ അതിന്റെ മുമ്പ് പെണ്ണ് കിട്ടണമല്ലോ. പെണ്ണ് കിട്ടണമെങ്കിൽ പൈസ വേണ്ടേ? ഒരു ഇസ്ലാമിക് കൺസെപ്റ്റിലാണെങ്കിൽ ഒരു ആണ് മഹറാണ് കൊടുക്കുക ചെയ്യുക. നമ്മുടെ നാട്ടില് ഇപ്പൊ അങ്ങനൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ എന്താന്ന് പറഞ്ഞാൽ ഈ പെണ്ണിന്റെ അടുത്തൊക്കെ പൈസ വാങ്ങി എല്ലാ പൈസയും വാങ്ങിയിട്ട് മുമ്പിൽ ഇങ്ങനെ സൂട്ട് കേസ് പിടിച്ച് ഞാൻ ഇങ്ങനെ നടക്കും. പെണ്ണ് ബാക്കിൽ ഇങ്ങനെ നടക്കും. ഇപ്പൊക്കെ പെണ്ണ് ബാക്കിൽ ഒപ്പം തന്നെയാണ്. ചിലപ്പോ പെണ്ണ് മുമ്പിൽ നടക്കണ്ടാവും. കാലം മാറിയിട്ടുണ്ട്. എങ്കിലും പെണ്ണിന്റെ കാശ് കൊണ്ടാണ് കല്യാണം നടത്തിയിരുന്നത്. പെണ്ണിന്റെ കാശ് കൊണ്ടാണ് അവൻ ഗൾഫിൽ പോയിരുന്നത്. പെണ്ണിന്റെ കാശ് കൊണ്ടാണ് അവന് സ്കൂളിൽ ജോലി കയറിയിട്ടത്. എന്നിട്ട് ഞാനാണെന്ന് പറഞ്ഞ മീശയും വെച്ചിട്ട് മുമ്പിൽ ഇങ്ങനെ നടക്കുക. പക്ഷെ ഇസ്ലാമിക് കൺസെപ്റ്റില് ആണൊരുത്തൻ മഹർ കൊടുത്തിട്ട് കാശ് കൊടുത്താൽ മാത്രമേ അയാൾക്ക് വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് അങ്ങനെ കുട്ടികളുണ്ടാവുള്ളൂ. അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ സമ്പത്ത് വേണം എന്നുള്ളത് ആദ്യമേ അംഗീകരിച്ചേ മതിയാവും. അപ്പൊ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് സമ്പത്ത് ഉണ്ടാക്കണം. ആ സമ്പത്ത് ഉണ്ടാക്കണത് എന്തിനായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ പറയുന്നത്. അല്ലെ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോ തിജാറത്ത്, ബിസിനസ് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട് സാധാരണ ബിസിനസ്സിന്. പക്ഷെ അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പറയാണ്, ഹൽ അദുല്ലുകും അലാ തിജാറ, നിങ്ങൾക്കൊരു ബിസിനസ് പറഞ്ഞു തരട്ടെ, തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങൾ ഇങ്ങനെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, ഈ ദുനിയാവ് എന്ന് പറഞ്ഞത് നശ്വരമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്, ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോഴും യഥാർത്ഥ ബിസിനസ് എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ബിസിനസ്സാണ്. അതെങ്ങനെ പരലോകത്തുള്ളത് എങ്ങനെ ബിസിനസ്സാണ്? പല ആൾക്കാരും പറയും മൂപ്പര് ആത്മീയ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ ഖുർആൻ പറഞ്ഞതാണ് എന്ത് പരലോകം എന്ന് പറയുന്നത് ബിസിനസ് ആണെന്ന് പറഞ്ഞത്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ബൈഅ് എന്ന് പറഞ്ഞത് കച്ചവടമല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ ജീവിച്ചോളാം, പരലോകത്തിന് വേണ്ടി ജീവിച്ചോളാം എന്ന് പറഞ്ഞ ആ ഒരു കരാറിനും ബൈഅത്ത് എന്നാ പറയുന്നത്. വമ്പൻ കച്ചവടം എന്നാ. ബൈഅ് എന്ന് പറഞ്ഞ കച്ചവടമാണ്, ബൈഅത്ത് എന്ന് പറഞ്ഞ വമ്പൻ കച്ചവടം. ഏതിനെ കുറിച്ചാ പറഞ്ഞറിയോ? അള്ളാന്റെ മാർഗത്തിൽ നിന്നോളാം എന്ന് പിന്നെ ബൈഅത്തു റിളവാൻ എന്ന് പറഞ്ഞിട്ട് സഹാബെ കിറാം ശപഥം ചെയ്ത ആ ഒരു പ്രക്രിയയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ബൈഅത്ത്, വമ്പൻ കച്ചവടം. ഇന്നല്ലാഹ ഇഷ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. ഇഷ്തറ, പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞത് സ്വർഗത്തിന് വേണ്ടി അള്ളാന്റെ മാർഗത്തിൽ സമർപ്പിച്ചതിനാണ്. അതെന്തിനാ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കാര്യമുള്ളത്, നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ എന്താ ഉണ്ടായോ? സാധാരണഗതിയിൽ ബിസിനസ്സിൽ എന്തൊക്കെ വേണ്ട? ലാഭകരമായിരിക്കണം. അതിന് എന്തൊക്കെ ഇറക്കേണ്ടി വരും? മുതൽ മുടക്കണം, നല്ല യോഗത്തിലുള്ള ബുദ്ധി വേണം, അത് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അതായത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിന്റെ ക്യാപിറ്റലുകൾ നിർബന്ധമായിട്ടും വേണം, അല്ലെ? കാശ് വേണം, ലേബർ വേണം. ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ബിസിനസ് ദുനിയാവിലെടുക്കും. അള്ളാഹ് പറയണത് എന്താ അറിയോ? പരലോക ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പറഞ്ഞാല് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ആയുസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്യാപിറ്റൽ തന്നു. ഈ ക്യാപിറ്റൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. ഇതാണ് നിങ്ങൾക്കുള്ള പൈസ. ഇവിടെ കുഫറിന്റെ മാള് കാണും, അപ്പുറത്ത് ഈമാനിന്റെ മാള് കാണും, അവിടെ ഷിർക്കിന്റെ മാള് കാണും, ഇവിടെ ദീപത്തിന്റെ മാള് കാണും, അവിടെ നമീമത്തിന്റെ മാള് കാണും, അവിടെ വ്യഭിചാരത്തിന്റെ മാള് കാണും.
കള്ളത്തിന്റെ കാണും, സത്യത്തിന്റെ കാണും. ഇതിൽ ഏതാണ് നമുക്ക് അള്ളാഹു നൽകിയ ക്യാപിറ്റൽ കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നാണ് അള്ളാഹു നോക്കുന്നത്. ഈ ബിസിനസ്സിൽ ഏറ്റവും നല്ല സാധനം വാങ്ങിയാൽ അയാൾ ബിസിനസ്സിൽ വിജയിക്കും. ദുനിയാവിലും അങ്ങനെ തന്നെയല്ലേ? 100 റുപ്യന്റെ ഒരു സാധനം പോയിട്ട് 50 റുപ്യ, പിന്നെ 100 റുപ്യ കൊണ്ട് പോയി. ഇപ്പൊ മൈസൂരിലൊക്കെ പോകുമ്പോൾ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. കന്നഡ അങ്ങനെ വെക്കുന്നുണ്ടോ മൈസൂരിൽ? കന്നഡ പോളി ക്ലാസ്. അപ്പൊ അവരിങ്ങനെ വെക്കുന്നത് 1000 രൂപ എന്നൊക്കെ പറയും. മലയാളികൾ കാണുമ്പോൾ അങ്ങനെ രൂപ എന്നൊക്കെ അവർ പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ വിലപേശ് 1000 റുപ്യന്റെ സാധനം വിലപേശ് നമ്മൾ 500 റുപ്യക്ക് 200 റുപ്യക്ക് വാങ്ങും. അപ്പൊ ഒരു ഫ്രണ്ട്സിനോട് പറയും 1000 റുപ്യന്റെ സാധനം ഞാൻ 200 റുപ്യക്ക് വാങ്ങി. അപ്പൊ അതേ സാധനം മറ്റേ ചങ്ങ 50 റുപ്യക്ക് വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് മൈസൂരിൽ പോയിട്ട്? ഇതിനാണ് നാളെ പരലോകത്ത് സംഭവിക്കുന്നത് പറഞ്ഞാല് നമ്മൾക്ക് അല്ലാഹു നൽകിയ ആയുസ് എന്ന് പറയുന്നത് വമ്പൻ സൂപ്പർ ക്യാപിറ്റലാണ്. അതിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ വല്ലാത്ത മൂല്യമാണ്. ആ മൂല്യം കൊണ്ട് ഫേസ്ബുക്കിലുള്ള മിഷി ബഷി അങ്ങനെ കുറെ ആൾക്കാരുടെ യൂട്യൂബ് സാധനങ്ങൾ കണ്ടിട്ട് കളയേണ്ടവരാണോ നമ്മൾ? അതല്ല, ആ ആയുസ് കൊണ്ട് ഏറ്റവും മൂല്യമുള്ള സാധനമാണോ നമ്മൾ കാണേണ്ടത്? ഏറ്റവും മോശപ്പെട്ട കാര്യം നോക്കിയാൽ ഈ ബിസിനസ്സുകാർക്ക് സംഭവിച്ചതുപോലെ നാളെ പരലോകത്ത് സംഭവിക്കും. ഞങ്ങളുടെ ആയുസ് കൊണ്ട് വാങ്ങിയതാ ഈമാൻ, കണ്ടില്ലേ? ഇസ്ലാം, കണ്ടില്ലേ? തഖ്വ, സബ്ർ, റിള ബിൽ ഖദർ, ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഞങ്ങളെ കാശ് കൊണ്ട്, ഞങ്ങളെ ക്യാപിറ്റൽ കൊണ്ട്, ഞങ്ങളെ ആയുസ് കൊണ്ട് വാങ്ങിയത് ഇതൊക്കെയാണ്. മറ്റേ മുനാഫിക്കുകളും മുശ്രിക്കുകളും നിഷേധികളൊക്കെ പറയാ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ വാങ്ങിയത് ഈ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊക്കെ ഇട്ട കുറെ 100,000 മില്യൺസ് ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്തൊക്കെയോ വർത്താനങ്ങളുണ്ട്, അതിന്റെ പിന്നാലെയായിരുന്നു ഞങ്ങൾ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് ബിസിനസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ കൂട്ടത്തില് ബിസിനസ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. അത് ഇൻഷാ അല്ലാഹ് ഒക്ടോബർ 5-ന് അല്ലെ? എന്താണത്? ഒക്ടോബർ 6-നല്ലേ ഹസറെ? നമ്മളെ പിന്നെ കോഴിക്കോടുള്ള ബിസിനസ് ഒക്ടോബർ 6-ന് നിങ്ങൾ അതിൽ പോയി പങ്കെടുക്കണം. അതെന്തുകൊണ്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ധാരണ, അപ്പൊ ഞാൻ അറബി പഠിച്ച ഒരാളാണ്, ഞാൻ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ ക്ലാസ്സിൽ നിങ്ങൾ പോയാൽ, ആ കോൺക്ലേവിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹലാലായ മാർഗത്തിലൂടെ ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയകൾ ഇങ്ങനെ ഷെയർ ചെയ്യോടെ. നമ്മൾ ആ ഭാഗം ചിന്തിക്കാത്തതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് എങ്ങനെ ഇയാൾക്കൊക്കെ എങ്ങനെ കാശ് ഉണ്ടാകുന്നത് അല്ലേ? ഇവിടെ നമ്മളെ ഷിറാലി സാഹിബ് സ്ഥലമൊക്കെ എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് വാങ്ങിയത്? ഇത്രയും സ്ഥലം അവിടെ വരാനുണ്ട്, ഇതൊക്കെ എങ്ങനെ വാങ്ങിയെന്ന് തോന്നി. ബിസിനസ്സുകാര്, കാശുള്ള ആളുകൾ അതിനു വേണ്ടിയിട്ട് അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അധ്വാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഐഡിയകളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ സമ്പത്തിലേക്ക് എത്താം, എല്ലാവർക്കും ആകാം. നമ്മൾ എന്താ അറിയോ, ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കണം എന്ന് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കാൻ മുന്നോട്ട് പോകുള്ളൂ. സമ്പത്ത് ഉണ്ടാക്കിയെടുക്കണം ഇസ്ലാമിന് വേണ്ടിയിട്ട് എന്നുള്ളത് ആദ്യം തോന്നണം. അപ്പൊ ബിസിനസിനെ കുറിച്ചിട്ട് ഒരു പിന്നെ PC മുസ്തഫ എന്ന് പറഞ്ഞിട്ട് വയനാടുള്ള ഒരാളുടെ ഒരു യൂട്യൂബിലുള്ള സംസാരങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ചാൻസുകളുണ്ട് ബിസിനസ്സിന്, വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞെന്താ പറഞ്ഞാല് ബിസിനസ് തുടങ്ങി ഉപരി ഹലാലായ മാർഗം, ഇതാണ് വാല്യൂ. ഈ വാല്യൂവിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അവരുടെ തീരുമാനം എങ്ങനെ? കമ്പനിയില് ഒരു കോംപ്രമൈസും ഇല്ല. ഹലാൽ അതിന്റെ അപ്പുറത്തില്ല. പലിശയുമായി ബന്ധപ്പെട്ട കാര്യമില്ല, കള്ളുമായി ബന്ധപ്പെട്ടില്ല, വ്യഭിചാരവുമായി ബന്ധപ്പെട്ടില്ല. ഷിറാസിനോട് ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഒരു ഹട്ട് ഉണ്ടായിക്കൂടെ? ഇതിന്റെ മുകളിൽ ഒരു ഹട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു ചൂണ്ടലിടുന്ന മീനിനെ പിടിക്കുന്ന ഒരു ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ താമസിക്കും. ഇവര് ഒരു ഇങ്ങനെ രാവിലെ ഒരു മഞ്ഞിന്റെ ഒരു വീഡിയോ ഇങ്ങനെ വിട്ടാൽ മതി, ആളുകൾ എന്താവും. മുമ്പിൽ പറഞ്ഞു, ഇവരിനോട് പറഞ്ഞതാണ് അതൊക്കെ ചെയ്യാം. പക്ഷെ എന്താ അറിയോ, എങ്ങനെയൊക്കെ തീമുകൾ വരിക എന്നറിയില്ല. കള്ള് വരാം, വ്യഭിചാരത്തിന്റെ ആളുകൾ വരും, അതൊക്കെ വരും. അപ്പൊ ഇതിന് തയ്യാറല്ല എന്ന് മൂപ്പര് പറഞ്ഞത്. പൈസ ഉണ്ടാക്കാൻ ഈസിയാണ്, പക്ഷെ ഹലാലായ മാർഗത്തിലൂടെയും നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, കുറെ ഇങ്ങനെ ആലോചിച്ച് നോക്കി എന്താണ് ആളുകളുടെ പ്രശ്നം. അപ്പോ പ്രശ്നം എന്താണെന്നറിയോ, ഈ ഫുഡ് നിർമ്മിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഫുഡാണ്. അപ്പോ ഈ വട ഉണ്ടല്ലോ, വട തന്നെയല്ലേ പറയാ, നടുവിലൊരു ഓട്ടമുള്ളത്. അപ്പോ ഉഴുന്നുവട, ഉഴുന്നുവട. അപ്പൊ ഈ ഉഴുന്നുവടയില് ഇദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തം എന്തെന്ന് പറഞ്ഞാല്, സ്ത്രീകൾക്കും ഹോട്ടലിലുള്ള ആളുകൾക്കും ഈ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം ഈ ഉഴുന്നിൽ ഒരു ഓട്ട കൃത്യമായിട്ട് ഇടുന്നതാണ്. അതാണ് അതിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം. മറ്റത് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ബോണ്ടായിട്ട് മാറും. അപ്പൊ ദ്വാരം ഇടണം, അതും തന്നെ ഇത്രയും സ്പീഡിൽ ഉണ്ടാക്കണം, അപ്പോഴല്ലേ ബിസിനസ് പമ്പനാകും. അപ്പൊ ഇദ്ദേഹം എന്താ, അദ്ദേഹത്തിന്റെ വീഡിയോയിലുണ്ട് ഒരു പാക്കറ്റാണ്. ആ പാക്കറ്റിൽ ഇങ്ങനെ
ആ ചട്ടിയിലേക്ക് ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ പീച്ച് വിടുമ്പോൾ അതിങ്ങനെ റൗണ്ടായിട്ട് വീഴുകയും നടുവിലൊരു ഓട്ടയോട് കൂടിയാണ് അത് വീഴുക. ആ പാക്കറ്റ് പരസ്യം വന്നതോടുകൂടി ഒരുപാട് ആളുകൾ ഹോട്ടലത്തെ ആളുകൾക്ക് ടൈമും ഒരുപാട് ലാഭം, വേറെ പണിക്കാരനെ വെക്കേണ്ട, അതിങ്ങനെ വെച്ചാൽ തന്നെ റൗണ്ടിൽ ഇങ്ങനെ വീഴാണ്, വമ്പൻ കച്ചവടമാണ്, അത് ആളുകൾ വാങ്ങുന്നു. അപ്പൊ നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഉൾവട ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടാവും, പക്ഷെ ഇത് എങ്ങനെയാണ് സ്പീഡിൽ ഉണ്ടാക്കാൻ ചിന്തിച്ചില്ല. മൂപ്പര് ചിന്തിച്ചൊരു കാര്യമാണ്. പിന്നെ വേറെ കാര്യം ഇളനീര്. ഇളനീര് ആളുകൾ ഇങ്ങനെ വാങ്ങുമ്പോൾ കത്തോണ്ട് ഇങ്ങനെ വെട്ടണ്ടേ, ടൈം പോവാണ്. അപ്പൊ അത് ടൈം പോവാതെ ഒരു കൃത്യമായിട്ട് അതിന്റെ ഒരു ഇളനീർ സംവിധാനവും അദ്ദേഹം ഉണ്ടാക്കി ആളുകൾ ഇങ്ങനെ വാങ്ങുകയാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക, ഒരു വെറൈറ്റി ചിന്തിക്കുക, ഒരു ഇന്നോവേഷൻ ചിന്തിക്കുക, ആളുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോ യൂട്യൂബിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ തളങ്കരയിലൊരു പിന്നെ റാഫി ചില്ലി പിന്നെ ഫില്ലി റാഫി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. യൂട്യൂബിൽ അടിച്ചു തളങ്കരയിലെ, ഞങ്ങൾ അവിടെ പഠിച്ചതുകൊണ്ട് കാസർഗോഡ് ചെറുപ്പത്തിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് തളങ്കര റാഫി എന്ന് കണ്ടപ്പോൾ നോക്കിയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത്, അതിന്റെ മുമ്പ് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാല്, അദ്ദേഹം ഒരു പൈസ ഇല്ലാത്ത ആളാണ്. വാപ്പക്ക് എന്തോ ഒരു ചെറിയ കച്ചവടം ഗൾഫിലുള്ളത്. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു കോപ്പി വേണ്ടി ശ്രമം നടത്തിയതിന്റെ അദ്ദേഹത്തിന്റെ പരീക്ഷ ക്യാൻസലാക്കി. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഗൾഫിൽ പോയി. ഒരു ഹോസ്പിറ്റലിൽ ചെറിയൊരു ജോലിയാണ്, അറ്റൻഡറിന്റെ ജോലിയാണ് കിട്ടിയത്. കാശൊന്നുമില്ല. അപ്പൊ വാപ്പ അപ്പുറത്ത് വേറെ കച്ചവടം ചെയ്യുന്നുണ്ട്, ചായ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ വാപ്പൻ ഇവനോട് ഭയങ്കര ദേഷ്യം, പഠിക്കാതെയും വന്നു, ഒരു ചെറിയ അറ്റൻഡറായിട്ട് ജോലിയാ. അപ്പൊ ഇവന്റെ മനസ്സിൽ ചെറുപ്പത്തിലെ ബിസിനസ്സുകാരനാവണം എന്നായിരുന്നു. അപ്പൊ വാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ ആ ചായക്കട എനിക്ക് വിട്ടേക്ക്, ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പൊ വാപ്പ പറഞ്ഞു, അല്ലേ തന്നെ പഠിച്ചിട്ട് മാർക്കില്ല, എനിക്ക് ഇത് വിട്ടുവരികയാണ്, എനിക്ക് ഇതുകൂടി കൊളാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞ അവസാനം ഇവനത് ഏൽക്കേണ്ടി വന്നു. വാപ്പാക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റാത്തപ്പോൾ ഇവനത് ഏറ്റെടുത്തു. എന്താ ചെയ്തു അറിയോ? ഞാനിത് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ മൈൻഡിൽ ബിസിനസ് മൈൻഡ് ഉണ്ടാവണം, സമ്പത്ത് ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയുമെന്ന് പറയാൻ വേണ്ടി ഒരു അനുഭവം മാത്രം പറയണം. അദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അദ്ദേഹത്തിന്റെ SLC ബാച്ചോ ഡിഗ്രിയിലെ ബാച്ചിന്റെ പേര് ഫില്ലി എന്നായിരുന്നു. ഫില്ലി അതാ ബാച്ചിന്റെ പേര്. ഇയാൾ എന്ത് പറഞ്ഞാൽ ആ കടന്റെ പേര് ഫില്ലി കോഫി എന്നാക്കി ആദ്യം, ഫില്ലി കോഫി. അപ്പോ ഇത് എന്തോ ഒരു സ്വാഭാവികമായിട്ടും പിന്നെ പരസ്യമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ എങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കുട്ടികൾ പല ആളുകളും അവിടേക്ക് വന്നു. ഫില്ലിന്ന് കണ്ടപ്പോ അത് ജൂനിയർ സീനിയർ നമ്മൾ അവിടെ ഉണ്ടായപ്പോ അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാർ വന്നു, പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് സ്വാഭാവികമായി. പിന്നെ അദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഫില്ലി കോഫിന്റെ ഒരു പിന്നെ കടലാസ് കൊണ്ടുള്ള ഗ്ലാസ് ഉണ്ടാക്കി ഫില്ലി കോഫിനെ. എന്നിട്ട് എന്ത് ചെയ്തു പറഞ്ഞാല്, രാവിലെ ദുബൈയിലെ മുനിസിപ്പാലിറ്റിക്കാർ വരുന്നതിന് മുമ്പ് രാവിലെ അദ്ദേഹം തന്നെ പോയിട്ട് ലേശം ചായപ്പൊടി കയ്യിലിട്ടിട്ട് ചുരുട്ടിയിട്ട് എല്ലാ വേസ്റ്റ് ബാഗ്സിലും കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാ വേസ്റ്റ് ബോക്സിലും. ആളുകൾക്ക് വന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഫില്ലി കോഫി, എല്ലായിടത്തും ഫില്ലി കോഫി. അപ്പൊ ആളുകൾ അന്വേഷിക്കുകയാണ്, ഇതെന്താ ഫില്ലി കോഫി, ഇവിടെ പുതിയൊരു കോഫി, അവിടെ ഫില്ലി കോഫി. അപ്പൊ ആളെ അന്വേഷിച്ച് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. 1 ദിർഹം. എത്ര ഗൾഫില് ചായ കുടിക്കാൻ ഗൾഫിലുള്ള ആള് 3 ദിർഹമാ. ഇതാണ് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ അന്ന് 1 ദിർഹമേ ഉള്ളൂ ഇത്ര ചായക്ക്. പക്ഷെ അദ്ദേഹത്തിന്റെ കടയിൽ ആളുകൾ വന്ന് തിരക്കൂട്ടൽ തുടങ്ങി. എന്തോ ഒരു സാധനം എക്സ്ട്രായിൽ ചേർത്തിട്ടുണ്ട്, മോശപ്പെട്ടൊന്നുമല്ല, ഒരു ടേസ്റ്റിന്. 2 രൂപക്കാണ് അദ്ദേഹം ദിർഹം കൊടുത്തത്. മുനിസിപ്പാലിറ്റിയിൽ ബലദിയിൽ കംപ്ലൈന്റ് പോയി, എല്ലാവരും 1 രൂപ കൊടുക്കണം, മൂപ്പര് 2 രൂപ കൊടുക്കണം, ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് പോയി. അപ്പൊ മൂപ്പരെ മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിപ്പിച്ചിട്ടപ്പോ അദ്ദേഹം പോയത് എങ്ങനെയാ അറിയോ, ഒരു ഫ്ലാസ്കിൽ ഫില്ലി കോഫിയുമായിട്ടാണ് മുനിസിപ്പാലിറ്റിയിലേക്ക് പോയത്, ബൽദിയയിലേക്ക്. എന്നിട്ട് കംപ്ലൈന്റ് ചെയ്യാനും ഫൈൻ അടപ്പിക്കാനൊക്കെ എന്തോ ഒരു പരിപാടിക്കാണ് അവർ വിളിച്ചിട്ടുള്ളത്. എല്ലാ മുവല്ലഫീങ്ങൾക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും മൂപ്പര് എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫില്ലി കോഫി ആദ്യം എല്ലാവർക്കും കൊണ്ടു കൊടുത്തു. ഇങ്ങനെ കുടിച്ചിട്ട് ഇതിലിപ്പോ 5 ദിർഹംസ് വാങ്ങിയാലും കുഴപ്പമില്ലല്ലോ, അവരെ മൂടൊക്കെയാണ് മാറി, ഒരു കംപ്ലൈന്റും ഇല്ല. ഇപ്പൊ അദ്ദേഹം അമേരിക്കയിലാണുള്ളത്. അമേരിക്കയിൽ ഫില്ലി കോഫിയിലെ സ്റ്റാൾ, എല്ലായിടത്തും സ്റ്റാൾ ഇട്ടിട്ട് വലിയ പണത്തിന്റെ അധിപനായിട്ട് അദ്ദേഹം മാറി. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇതിനേക്കാളും വലിയ ഐഡിയകളുണ്ട്. സ്ത്രീകൾ നമ്മളെ വീട്ടില് ബിസിനസിനെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വമ്പൻ ഐഡിയകൾ കിട്ടും. പക്ഷെ നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഇവിടെ വേറൊരാളെ കുറിച്ചിട്ട് തോമസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ടും യൂട്യൂബിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എന്താ പറയുക, ഫ്രഷ് ടു ഹോം എന്നാണ് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ പേര്. എന്ന് പറഞ്ഞാൽ പച്ച മീൻ വീട്ടിലേക്ക് എത്തിക്കാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വമ്പൻ ബിസിനസ് വിജയിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലായിടത്തും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോ UAE-ലും ദുബൈയിലേക്കാണ് ഇവർ കൊടുത്തിരുന്നത്. അപ്പൊ ഭാര്യ പറഞ്ഞിട്ട്, നിങ്ങൾ എന്തിനാണ് ഈ വലിയ സമ്പത്തിലേക്ക് മാത്രം ആലോചിക്കുന്നത്, ഇന്ത്യയിലും ഒന്ന് ആലോചിച്ചൂടെ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ആ ഭാര്യ എന്നോട് പറഞ്ഞതാണ് ഞാൻ ഇപ്പൊ ഇന്ത്യയിൽ അത് തുടങ്ങാനുള്ള കാരണം. ഇപ്പൊ ഒരു പ്രശ്നമില്ല,
സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോ നമ്മളെ ഫാമിലിയിൽ നല്ലവണ്ണം ആലോചന ഉണ്ടാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. ഓൺലൈനിൽ പർദ്ദ വിറ്റിട്ട് കോടിക്കണക്കിന് ഉപ്പിട്ട് പിന്നെ സമ്പാദിക്കുന്ന ഒരു സ്ത്രീയുടെ ഉണ്ട്. പർദ്ദ വിറ്റിട്ട് ബിസിനസ് അടിച്ചോട്ട് നോക്കി നിങ്ങള്. അവരെന്താ ചെയ്തിട്ടില്ല, നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തൊന്നും അവർക്കില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് നമ്മൾ എന്താ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധി, നമ്മളെ മൈൻഡിൽ ഉണ്ടാവേണ്ട മോട്ടിവേഷൻ, ഇത് ഇസ്ലാമിന് ഉപകാരപ്പെടണം, ഇസ്ലാമിക സംരംഭങ്ങൾക്ക് ഉപകാരപ്പെടണം, ഞാൻ കാശ് കൊടുക്കും, ഞാൻ സക്കാത്ത് കൊടുക്കും. ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോഴേക്ക് നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, അവരെ കുറ്റം പറയാണ്ടി പറയല്ല, എങ്ങനെയെങ്കിലും ഇൻട്രസ്റ്റ് പിന്നെ എന്തിനു പറയാ ഇൻകം ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ആലോചിക്കും. ഇത് എങ്ങനെയാണ് കഴിച്ചിലാവുക എന്നുള്ളത്. നേരെ വെച്ച് സക്കാത്ത് കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കി നിങ്ങൾ. കളക്ഷൻ ഇങ്ങനെ പോയോക്കി കളക്ഷന് പോകുന്ന അനുഭവം നമുക്ക് ഉണ്ടാവും. മൂപ്പർ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 1 ലക്ഷം രൂപ സോളിഡാരിറ്റിക്ക്, 1 ലക്ഷം രൂപ SUവിന്, 1 ലക്ഷം രൂപ പള്ളിക്ക്. ഇവരിങ്ങനെ അത് കൊടുക്കാൻ തയ്യാറായിട്ട് എന്റെ സമ്പത്ത് ഞാൻ കൊടുക്കും, നഷ്ടബോധമേ ഇല്ല, ഇത് ഞാൻ കൊടുക്കേണ്ട ഒരാളാണ്, ഇത് കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് സമ്പത്ത് ഉണ്ടാവുക എന്ന് വിശ്വസിച്ചിട്ട് അധ്വാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആദ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ മക്കളൊക്കെ ഇരുത്തിയിട്ട് സമ്പത്തിനെ കുറിച്ച് ആലോചിക്കുക. ഇത് സമ്പത്തിനോടുള്ള അടിമയല്ല, അടിമ മനോഭാവമല്ല. ഈ സമ്പത്തിനെ നമ്മൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തഈസ അബ്ദുദ്ദിർഹം വഅബ്ദുദ്ദീനാർ, അബ്ദുദ്ദിർഹം അബ്ദുദ്ദീനാർ, ദിർഹമിന്റെയും ദീനാറിന്റെയും അടിമ. അതെന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുനിയാവിന്റെ അടിമയായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവിക്കും. പക്ഷെ നമ്മൾ ദുനിയാവിന്റെയോ സമ്പത്തിന്റെയോ അടിമയല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നില്ലേ, അകപ്പെട്ടിട്ട് കെണിയിൽ അകപ്പെട്ട കഥകൾ കേൾക്കുന്നില്ലേ. എന്താ അതിന്റെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഉദാഹരണം പറയാൻ പറ്റും? അങ്ങനെ കെണിയിൽപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു ചെറിയൊരു ഉദാഹരണം, ഇപ്പോഴത്തെ ലാസ്റ്റ് നടന്നൊരു ഉദാഹരണം, ഓൺലൈൻ തട്ടിപ്പുകൾ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അനുഭവങ്ങൾ എന്തെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? അല്ല, നിങ്ങൾക്ക് അനുഭവം അല്ല, അത് സംഭവിച്ചത് എന്താണെന്നുള്ളത്. അതായത് ഈ തട്ടിപ്പിൽ പെടുന്ന മുഴുവൻ ആളുകളും, ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലാത്തവരെ, അവരുടെ കൺസെപ്റ്റിൽ ആകെ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം, ആളുകൾക്കിടയിൽ എന്റെ കാശ് കാണിച്ചു കൊടുക്കണം, എന്റെ കാറിൽ ഞാൻ കാണിച്ചു കൊടുക്കണം, എന്റെ ബംഗ്ലാവ് കാണിച്ചു കൊടുക്കണം എന്ന കാഴ്ചപ്പാടുള്ള ആളുകൾ മാത്രമേ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിൽ ആ കെണിയിൽ പെട്ടിട്ടുള്ളൂ. ഈ ഒരു ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുള്ള ആളുകൾ ഒരിക്കലും പെടില്ല. ഇസ്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കണം. ഇസ്ലാം മുസ്ലിം ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കൺസെപ്റ്റ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ശബരിനാഥൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ 20 വയസ്സുള്ളത്, അത് ആലോചിച്ച് നോക്കി. അതിന്റെ യൂട്യൂബിലുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ പൈസക്കാര്, MLA മാര്, 20 വയസ്സുള്ള ഒരു ചെങ്ങായിന്റെ പിന്നാലെ. അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് അറിയോ? അദ്ദേഹം പറഞ്ഞിരുന്നത് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ, ശബരിനാഥന്റെ ഡയലോഗാണ്, 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ 1000 രൂപയെ പോലെ കാണുന്നത്. അതാണ് വർത്താനം. അത്ര വില ഉള്ളൂ എനിക്ക് 1 ലക്ഷം രൂപ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. 1 ലക്ഷത്തിന് 1 ലക്ഷത്തിന്റെ 1000 രൂപയ്ക്ക് 1000 രൂപന്റെ വില ഉണ്ട്. അതിന്റെ ബഹുമാനം മുമ്പ് കളഞ്ഞിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കാണ്. 1 ലക്ഷം രൂപ പറഞ്ഞാൽ 1000 രൂപന്റെ വില ഉള്ളൂ. അങ്ങനെ ചിന്തിക്കും നിങ്ങള്. എന്നിട്ട് അദ്ദേഹം ഓഫർ കൊടുത്തത് 35% പലിശയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ 35% നിങ്ങൾക്ക് പലിശ കിട്ടുന്നതാണ്. ആളുകൾ ഇങ്ങനെ ഓടിത്തിരക്കി ഓടി വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു പറഞ്ഞാൽ, സ്വന്തം കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി പണം എടുത്തു വെച്ച ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. 35% കിട്ടില്ലേ? കൂലി എടുത്തിട്ട് അധ്വാനിച്ച, വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ച ആ ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒക്കെ പൊട്ടിപ്പാളിസായി. കാരണം ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ റിസ്ക് ഇല്ലാതെ എങ്ങനെയെങ്കിലും സമ്പത്ത് കിട്ടുക എന്നുള്ള ആഗ്രഹം മാത്രം. ഇസ്ലാം അങ്ങനെയല്ല. നമ്മളൊരു കച്ചവടത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, എനിക്ക് സമയമൊന്നും പോരട്ടെ. ശരിക്ക് ഇസ്ലാം കച്ചവടത്തിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് 10 ലക്ഷം രൂപ ഉണ്ടെന്ന് സങ്കല്പിച്ചോ. നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, എല്ലാവരോടും വിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ ബിസിനസ്സിൽ എന്താ ലാഭം കിട്ടോ, നഷ്ടാവോ? അങ്ങനെ കേരളത്തിലും ദുബൈയിലുള്ള മുഴുവൻ ആളുകളെയും ബന്ധപ്പെട്ടിട്ട് ആ 10 ലക്ഷം കൊണ്ട് ഒരു കാലത്തും ഒരു നിലക്കും നഷ്ടം സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയ ബിസിനസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ ബിസിനസ്സിൽ പറക്കത്തുണ്ടാവില്ല. എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ 10 ലക്ഷം കൊണ്ട് ഞാൻ സമ്പത്ത് ലാഭിക്കാൻ തന്നെയാണ്, പക്ഷേ
എന്റെ ജീവിതത്തിനും ആക്സിഡന്റലി ഒരു മരണം സംഭവിക്കുന്നത് പോലെ ബിസിനസ്സിനും ആക്സിഡന്റലി പരാജയം സംഭവിക്കും. അതിന്റെ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറപ്പുള്ളവർ മാത്രമേ ബിസിനസ് വിജയിക്കുള്ളൂ. വെറും ലാഭം, വെറും സുഖം. അതുകൊണ്ടാണ് ലോട്ടറിയിൽ കയറുന്ന ആളുകൾക്കും നമ്മൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട്. വെറും ലാഭം മാത്രമേ ഉള്ളൂ. ഭാഗ്യം കൊണ്ട് മാത്രം സമ്പത്ത് കിട്ടുക, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കൂല. റിസ്ക് ഏറ്റെടുക്കണം, ഇതിനുവേണ്ടി സമയം ചെലവഴിക്കണം, ഇതിനുവേണ്ടി സമ്പത്ത് കൊടുക്കണം, എന്റെ ശരീരം കൊടുക്കണം. ഇസ്ലാമിലെ എന്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. ശരീരത്തിന് പോയിട്ടില്ലെങ്കിലും അതിന്റെ മുഷാറക്ക പോലെയുള്ള ചില ഷെയറിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇനി വേറെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ ബേസിക് തിയറി എന്ന് പറയുന്നതാണ് അധ്വാനിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഈ ബേസ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ മക്കൾക്ക് അതിന്റെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോ താരിഖ് സുബൈദാൻ എന്ന് പറഞ്ഞിട്ട് വലിയ ട്രെയിനർ ഉണ്ട് ഇസ്ലാമിലെ, കുവൈത്തില്. അദ്ദേഹം പറയണെന്ന് പറഞ്ഞാല് ഫ്യൂച്ചർ പിന്നെ എന്താണ് പറയാ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കോഴ്സുകളൊക്കെ ഉണ്ട്. അദ്ദേഹം ആദ്യം അത് 20 വയസ്സ് മുതൽ ആളുകൾക്ക് കൊടുത്തിരുന്നത് ഫ്യൂച്ചർ ലീഡർഷിപ്പ് പ്രോഗ്രാം 20 വയസ്സുള്ള കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ കൊടുത്തപ്പോൾ മുമ്പ് ഇങ്ങനെ ആലോചിച്ചു, അതിന്റെ റിസൾട്ടുകൾ ആകെ 5% കിട്ടുന്നുള്ളൂ. പിന്നെ അദ്ദേഹം വിളിച്ചത് ആരെയെന്ന് പറഞ്ഞാൽ 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്. അദ്ദേഹം ഇസ്ലാമിക് ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കുന്ന മൊഡ്യൂളുകൾ, അതിന്റെ സിസ്റ്റം 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നത് 50% അത് വിജയമാണെന്നാണ്. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഈ പറയുന്ന ബോധവും മൂല്യവും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ തന്നെ ഇസ്ലാമിക ഇന്നോവേഷന് വേണ്ടി, ഇസ്ലാമികമായിട്ടുള്ള വെൽത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ഇസ്ലാമിക പഠനങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിക ചിന്തകൾക്ക് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് കൊടുക്കണം. ഒരു +2 കഴിഞ്ഞിട്ട് ഒരു കരിയർ ഗൈഡൻസ് കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ ചിന്ത ചെറുപ്പം മുതലേ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ അവിടെ നൽകുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിന്റെ പറയുന്ന ഒരു കാര്യം, ഒന്നാമത് ആർത്തി എന്നുള്ള സംഗതി ഉണ്ടാകാൻ പാടില്ല. ആ ആർത്തി ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഈ നഷ്ടം സംഭവിച്ചത്. ഖുർആനിലെ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ? അതായത് ധൃതിയിൽ പോവുക, സ്പീഡിൽ പോവുക. ഫസൽ ഭായി സമയമാകുമ്പോൾ എന്നോട് വന്നിട്ട് തോന്നിയാൽ മതി, എനിക്ക് കുഴപ്പമില്ല, എപ്പോഴും നിർത്താം, എപ്പോഴും തുടങ്ങാം, കുഴപ്പമില്ല. അതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ? ധൃതിയിൽ പോവുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമിക പരലോക ചിന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ഈ ബാലൻസ് കീപ്പ് ചെയ്യാനാണ്. സമ്പത്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നശ്വരമാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കിയാലേ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പോ നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. നിസ്കാരത്തെ കുറിച്ച് പറയാൻ ജോമുൽ ജുമായിലുള്ള ആയത്ത് എങ്ങനെ വന്നിരിക്കുന്നത്? അതിന്റെ മുമ്പ് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ഓർമ്മയിലേക്ക് ഓടണം. ഓട്ടം ദിക്റുള്ളാഹ്. ഫഫിറു ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടണം. അസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. നിങ്ങൾ മുന്നേറി ഓടൂ. സാരിഉ ഇല മഗ്ഫിറ. മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതി പിടിച്ചു പോകൂ എന്നുള്ള ഖുർആന്റെ പ്രയോഗം ഉള്ളതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദുനിയാവിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഫംഷു ഫീ മനാകിബിഹ. ഭൂമിയിൽ നിങ്ങൾ നടക്കുമ്പോൾ ഫംഷു, അതിന്റെ ചുമലുകളിൽ നിങ്ങൾ നടന്നാ മതി എന്നാണ്. സീറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ നടന്നാ മതി എന്നാണ് ഖുർആന്റെ നിർദ്ദേശം. നേരെ മറിച്ച് പരലോകത്തേക്കും അള്ളാഹുവിന്റെ ദിക്റിലേക്കും പോകുമ്പോൾ നടന്നാ പോരാ, ഓടണം. ഇതാണ് ഖുർആന്റെ നിർദ്ദേശം. എന്തുകൊണ്ടാണ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദുനിയാവിൽ വന്നിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കണം ഇസ്ലാമിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ബാലൻസ് തെറ്റാൻ പാടില്ല. അപ്പൊ ദുനിയാവിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, പലപ്പോഴും വിത്ർ, തഹജ്ജുദ്, ഹജ്ജിന്റെ കർമ്മങ്ങള്, ഇതിന്റെ ഫിഖ്ഹുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് നമ്മൾ ആലോചിക്കും അല്ലെ? അതിനെ കുറിച്ചിട്ട് ഒരുപാട് ഫത്വകൾ നമ്മൾ ചോദിക്കും. കുഴപ്പമില്ല, ഇസ്ലാമിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇവിടെ വാടകയ്ക്ക് താമസിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ വാടക താമസിച്ച ഒരാളാണ്, വാടക കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാടക താമസിക്കുന്നവരോ അല്ലെങ്കിൽ വാടകയ്ക്ക് വീട് കൊടുക്കുന്നവരോ ബിൽഡിംഗ് കൊടുക്കുന്നവൻ ആരെങ്കിലും ഉണ്ട് കൂട്ടത്തിലുണ്ടോ? ജസ്റ്റ് ഒന്ന് കഴിയുമോ? എന്താണ് വാടക താമസിക്കുകയാണോ വാടക കൊടുക്കുകയാണോ? കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്നത് നിങ്ങള്? ഫ്ലാറ്റുകൾ. നിങ്ങൾ ശമ്പളം അവരുടെ ഇത് വാങ്ങുന്നുണ്ടല്ലോ മാസത്തില്, അത് വാടക. ആ വാടക വാങ്ങുന്നത് ഏത് ഫിഖ് അനുസരിച്ചാണ്? ഏത് ഷാഫി മദ്ഹബാണോ, ഹനഫി മദ്ഹബാണോ,
ഏത് മദ്ഹബ് അനുസരിച്ച് നിങ്ങൾ വാങ്ങുന്നത്? നിസ്കരിക്കുമ്പോ കൈകെട്ടുന്ന ഏത് മദ്ഹബ് അനുസരിച്ച്? ഷാഫി മദ്ഹബാണ്. ഹജ്ജ് പോകുമ്പോ ഏത് മദ്ഹബാണ്? ഷാഫി മദ്ഹബാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ ഷാഫി മദ്ഹബാണ്. അപ്പൊ വാടക വാങ്ങുമ്പോൾ ഏത് മദ്ഹബാണ് നിങ്ങൾ നോക്കല്ല. നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നമ്മൾ ആരും ചെയ്യുന്നില്ല. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ആരാധന കർമ്മങ്ങളല്ല. സാമ്പത്തിക മേഖലയിൽ അതിന് കൃത്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ ഇസ്ലാമിക ഫിഖ്ഹിലുണ്ട്. അത് നമ്മൾ അന്വേഷിച്ച് പഠിക്കണം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിൽ അഭിപ്രായ വ്യത്യാസത്താണ് വാടക വാങ്ങുന്നത് ഫസ്റ്റ് താമസിക്കുന്നതിന് മുമ്പ് എന്നുള്ളൊരു ഫിഖ്ഹുണ്ട്, അവസാനം വാങ്ങിയാൽ മതി എന്നൊരു ഫിഖ്ഹുണ്ട്. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. നമ്മൾ അങ്ങനെ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല. അതാണ് ഒരു പ്രശ്നം. ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല. ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലയിൽ എല്ലായിടത്തും നിയമങ്ങളുണ്ട്. ഓൺലൈൻ പർച്ചേസിങ് അല്ലെ, അത് ഏത് ഫിഖ് അനുസരിച്ചാണ് പറ്റുമല്ലോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? നമ്മൾ നോക്കിയിട്ടില്ല. നോക്കണം എന്നാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഇന്നെ ഫിഖ് ഫത്വ പറയാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ ഏത് മദ്ഹബും സ്വീകരിച്ചോളൂ. പക്ഷെ ഈ ഒരു ആശയം നമ്മളെ മനസ്സിലുണ്ടാവണം. നിസ്കാരത്തിലും ഹജ്ജിലും മാത്രമല്ല ഫിഖ് ഉള്ളത്, എല്ലാ ഭാഗത്തും ഫിഖ് ഉണ്ട് എന്നുള്ളതാണ്. ചില ആളുകള് പിന്നെ ഈ കടൽ തീരത്തൊക്കെ പോയാൽ വലിയ ഉത്സവമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു കറങ്ങണ സ്ഥലമുണ്ട്. ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഊഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉത്സവം ഉണ്ടാവുമല്ലോ. ആ ഉത്സവത്തിന്റെ അടുത്ത് ഒരുപാട് മഫ്ത കിട്ട നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, നല്ല സൂക്ഷ്മതയുള്ള, ആണുങ്ങളൊന്നും നോക്കാത്ത, നല്ല ഭവ്യതയിൽ പോകുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു സംഗതി ഉണ്ടാവും. എന്താന്ന് പറഞ്ഞാല് ഒരു ബിസ്ക്കറ്റ്, കുറച്ച് പിന്നെ മുന്തിരി, പൈനാപ്പിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒരു വട്ട് ഉണ്ടാവും, ഒരു ചക്രം, ഈ റിങ്. എന്നിട്ട് 40 രൂപ കൊടുക്കാം. 40 രൂപ വെച്ചിട്ട് ഈ റിങ് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണോ വീഴുന്നത് അപ്പൊ കിട്ടും. അടുത്ത 40 രൂപ കൊടുത്തിട്ട് ഇത് നല്ല ഈമാനുള്ള ആളുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ശുദ്ധമായിട്ടുള്ള എന്താണ്? മൈസിറാണ്, ചൂതാട്ടമാണ്. അവിടെ ചെറുത് 1, 2 എന്നുള്ള വ്യത്യാസമല്ല, 40 റുപ്യന്റെ വ്യത്യാസമല്ല. കാരണം ഭാഗ്യം കൊണ്ട് ഒരു സാധനം വാങ്ങുക എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ല എന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ സാമ്പത്തിക മേഖലയിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിഗണിച്ചു കൊണ്ട് പോകുമ്പോൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ എന്ത് ചെയ്യുള്ളൂ? ബറക്കത്ത് നൽകുള്ളൂ. എല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾ പെട്രോൾ പമ്പിൽ ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത്ര സമ്മാനം, അല്ലെങ്കിൽ ഇന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ ഇത്ര റുപ്യ കിട്ടും എന്ന് പറയുമ്പോൾ അത് വാരിയാണ്. ആ 1 റുപ്യ കാണാത്തതുപോലെ, 10 റുപ്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു 100 ഗ്രാം പെട്രോൾ കാണാത്തതുപോലെ ഓസിയാണല്ലോ എന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് 1000 റുപ്യ 1500 റുപ്യക്ക് പെട്രോൾ അടിക്കാൻ, അത് ശരിക്കും പലിശയുടെ കവർ ഓഫിൽ വരുന്നുണ്ടോ ഇല്ലേ? കുറ്റം പറയാൻ വേണ്ടി പറയല്ല. നമ്മള് സ്വർണം വാങ്ങിയ ആളുകളില്ലേ, ബുക്ക് ചെയ്ത ആളുകൾ കൂട്ടത്തിലില്ലേ? നിങ്ങൾ അതിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി. സ്വർണം ബുക്ക് ചെയ്തിട്ട് അതിന്റെ സിസ്റ്റങ്ങളിൽ പലിശ വരുന്നുണ്ടോ നിങ്ങൾ അന്വേഷിച്ച് നോക്കി. വെറുതെ നമുക്ക് ഒരു പവൻ വാങ്ങാൻ നമ്മുടെ അടുത്ത് കാശില്ലായിട്ടാണോ? ഉണ്ട്, എങ്കിലും അടവിന് കൊണ്ടുപോയി കൊടുക്കുക. ഒരു പവൻ വാങ്ങാൻ കാശില്ലാത്തവരൊന്നല്ല പല ആളുകളും. പക്ഷെ എന്നാലും ഒരു രസം, 1000 റുപ്യ, 500, 5000 റുപ്യ ഇങ്ങനെ കൊടുത്തിട്ട് അതിന്റെ സിസ്റ്റം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് റിബൽ ഫളൽ എന്ന് പറഞ്ഞാൽ ഹദീസിലൂടെ നിഷേധിച്ച, അല്ലെങ്കിൽ ഹദീസിലൂടെ ഹറാമാക്കിയ റിബൽ ഫളൽ പല നിയമങ്ങൾ, എല്ലാ നിയമങ്ങളും അങ്ങനെ ആയിക്കോളുന്നില്ല. ചില നിയമങ്ങൾ റിബൽ ഫളൽ വരുന്നതാണ്. വെറുതെ എന്തിനാണ് നമ്മളെ ബറക്കത്ത് ഇല്ലാണ്ടാക്കുന്നത്? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഇസ്ലാമിന്റെ സാമ്പത്തികമായിട്ടുള്ള നിയമം വളരെ പെർഫെക്റ്റ് ആണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ കാരണം സമ്പത്ത് അള്ളാഹുവിൻ്റെതാണെന്ന് ആദ്യം നമ്മൾ അംഗീകരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്, എന്റേതാണ് എന്നുള്ളൊരു ഫീൽ ആദ്യം ഉണ്ടാവരുത്. ഖാറൂന് അള്ളാഹു സുബ്ഹാനഹു ഭൂമിന്റെ അടിയിലേക്ക് താഴ്ത്തിയില്ലേ? എന്താ ഖാറൂൻ പറഞ്ഞത്? ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ ഇൽമു കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത്. നമ്മൾ എന്റെ, ഞാൻ എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത സൂക്ഷ്മത ഉണ്ടാക്കണം. അന റബ്ബുക്കുമുൽ ആല, അത് പറഞ്ഞത് ഫിറോന. എന്റെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പരാജയപ്പെട്ടത് ഖാറൂനാണ്. അതുകൊണ്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകൾക്കനുസരിച്ച് ഒരു ബോഡി ലാംഗ്വേജ് കാണിക്കും. ഞാൻ ഗൾഫിൽ പോയിട്ട് എന്റെ കാശ് കൊണ്ട്, എന്റെ ഒന്നും തന്നിട്ടൊന്നുമില്ല, എന്റെ വാക്കൊന്നും നിൽക്കുന്നില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്, അതൊക്കെ പറയട്ടോ. പക്ഷെ അവിടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവണം മാഷാ അള്ളാഹ്, അള്ളാഹു തന്നതുകൊണ്ട് കിട്ടിയതാണ് എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നമുക്കില്ലെങ്കിൽ, നമ്മുടെ ശരീരമാവട്ടെ, ഇൽമാവട്ടെ, സൗന്ദര്യമാവട്ടെ, സമ്പത്താവട്ടെ, എന്തും ലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്, ആ ഒരു തിയറി ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. അള്ളാഹു ആണ് ഇത് തന്നത് എന്ന്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കിത് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവകാശം കൂടി തന്നിട്ടുണ്ട്. സാധാരണ പറയലുണ്ട് മലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗമുണ്ട്. മാലിക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഉടമസ്ഥൻ. മലിക് എന്ന് പറഞ്ഞാലോ ആ ഉടമസ്ഥതയുള്ള വസ്തുവിന്റെ നിയമനിർമ്മാണാധികാരി കൂടിയാണ് ആര്? അള്ളാഹു.
അപ്പോ എന്റേതല്ല പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ കൊണ്ട് എന്ത് സമ്പാദിക്കണം, എവിടെ കൊടുക്കണം എന്നുള്ളത് ആരാ പറയേണ്ടത്? അള്ളാഹുവാണ്. ഇതാണ് സിമ്പിൾ. ഇവിടുത്തെ ചില ചെറുപ്പക്കാരൊക്കെ പറയുന്നില്ലേ, മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ഇഷ്ടം. എന്തുകൊണ്ടാണ്? ഇത് എന്റെ ശരീരമാണ് എന്ന് വാദിക്കുന്നതുകൊണ്ടാണ്. നേരെ പക്ഷെ എന്റെ ശരീരം അള്ളാഹുവാണ് അതിന്റെ മാലിക് എന്ന് പറഞ്ഞാലോ, എന്റെ ശരീരം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആരാ പറയാ? അപ്പൊ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാള്, ആ ഉടമസ്ഥൻ പറയുന്നത് ഇത്ര അന്തി കാശ് തരണം, ഇന്ന കേടുകളൊക്കെ പറ്റി കഴിഞ്ഞാൽ ഇന്ന നന്നാക്കണം. അപ്പൊ ഈ താമസിക്കുന്ന ആള് പറയണം, അതൊന്നും പറ്റില്ല കേട്ടോ, ഇവിടെ എന്തൊക്കെയാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ഞാനാ പറയും. ആരെങ്കിലും അവരോട് പോയിക്കോളാൻ പറയില്ലേ? വീടിട്ട് ഇറങ്ങിക്കോളാൻ പറയില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിച്ചപ്പോ പറഞ്ഞതാണ്, നീ എന്റേതാണ്, ഞാനാണ് മാലിക്, അതുകൊണ്ട് ഞാൻ പറയുന്ന കുറെ നിയമങ്ങളുണ്ട്. അത് സമ്പത്തിന്റെ കാര്യത്തിലും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനിക്കണം. അപ്പൊ ചില ആളുകൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ഇവിടെ നാട്ടിൽ നടക്കുന്നത് അനുസരിച്ച് മുന്നോട്ട്, അല്ലെങ്കിൽ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ചിന്തിക്കരുത് നമ്മള്. നേരത്തെ പറഞ്ഞ PC മുസ്തഫന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വേറൊരു പ്രൊഡക്റ്റിനുണ്ട് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അദ്ദേഹം ഈ ഒരു ചേ നമ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, നമ്മളിങ്ങനെ ഉണ്ടാവില്ലേ, ഒരു മധുരമുള്ള സാധനം, അത് അദ്ദേഹം എരിവുള്ള സാധനമാക്കി വിറ്റിരുന്നു. അപ്പൊ അത് ആളുകളൊക്കെ വാങ്ങി. പക്ഷെ ഒരു വമ്പൻ ഓഫർ വന്നു അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. വമ്പൻ ഓഫർ, വലിയൊരു ഓഫർ. അപ്പോ ഭയങ്കര സന്തോഷമായി. ബിസിനസ് തുടങ്ങിയ പിന്നെ വമ്പൻ ഓഫർ വന്നല്ലോ. അപ്പൊ അങ്ങനെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടയിൽ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി, ഇത് എവിടേക്ക് കൊടുക്കാനാണ് ഇവര്? നമ്മളെ ചിന്തിക്കൂല. പൈസ എവിടുന്ന് വന്നു? ഫീമ അംഫഖ, എവിടെ ചെലവഴിച്ചു എന്നല്ല ചോദിക്കുന്നതാണ്. മിൻ ഐന ഇക്തസബ, എവിടുന്ന് സമ്പാദിച്ചു? ഫീമ അംഫഖ, എവിടെ ചെലവഴിച്ചു എന്നല്ല ചോദിക്കുന്നു പറയുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് കൊടുക്കുമ്പോ ഈ ഓർഡർ ചെയ്ത ഒരാളോട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ബൾക്ക് ഓഫർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ബാറിലേക്ക് വേണ്ടിയിട്ടാണ്, ബാറിലെ എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ആദ്യമേ ഉണ്ടാക്കിയ ഞങ്ങളൊരു ലോ ഉണ്ട്, ഞങ്ങൾ വെക്കുന്ന ഒരു എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള ബിസിനസ് ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ നിങ്ങളത് ചോദിക്കാൻ ഞങ്ങൾ മറന്നുപോയതാണ്, പക്ഷെ ഞങ്ങൾ എത്തിക്സിന് വിരുദ്ധമാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യില്ല. അപ്പൊ അവര് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, ഒരു വാക്ക് കൊടുത്തിട്ട് പിന്നെ അത് മാറ്റുക നിങ്ങൾ എത്തിക്സിലുള്ളതാണ്. പക്ഷെ പറഞ്ഞു, അത് വാക്ക് തരിക എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഓർഡർ ആക്കിയിട്ടില്ലല്ലോ, നിങ്ങൾ കാശ് വന്നിട്ടില്ല, അങ്ങനത്തെ അക്കത് ഒരു കരാറും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആ വിഷയം നമ്മൾ എത്തിക്സിന് വിരുദ്ധമാണ്. അദ്ദേഹം പറയണത് അതിനുകൊണ്ട് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മള് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും? അതെന്തുകൊണ്ട് ചെയ്യുന്നു പറഞ്ഞാൽ, അള്ളാഹുവാണ് നമ്മുടെ മാലിക്, അതുകൊണ്ട് അള്ളാഹു തന്നെയാണ് മലിക്, അതിന്റെ നിയമനിർമ്മാതാവ് കൂടി അള്ളാഹുവാണ് എന്ന ഒരു കൺസെപ്റ്റ് സമ്പത്തിന്റെ കാര്യത്തിൽ കൂടി നമ്മൾ സമ്മതിക്കണം. അപ്പോഴാണ് നമുക്ക് ധൈര്യസമേതം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമ്മുടെ മക്കൾക്ക് ഈ ഒരു ആശയം കൊടുക്കുക, നമ്മളിൽ ഒരു ആശയം ഉണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പത്ത് ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാവണം, സമ്പത്തുള്ളവരായിട്ട് നമ്മൾ മാറണം. അങ്ങനെ സമ്പത്ത് അള്ളാഹു പറഞ്ഞത് പ്രകാരം തന്നെ അധ്വാനിക്കും, അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ വഴിയിൽ ചെലവഴിക്കും എന്നുള്ളൊരു വാശി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ബറക്കത്തുണ്ട്, യാതൊരു സംശയവും ഉണ്ടാവില്ല. അള്ളാഹു അസ്സദൂഖുൽ അമീൻ, അത്താജിറു സദൂഖുൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, അത് സ്വർഗത്തിലാണ്, സാലിഹ്യങ്ങളുടെ കൂടെയാണ്, നബിമാരുടെ കൂടെയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ആശയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.